ആവണിക്ക് ഉറക്കം വന്നതേയില്ല. നായ്ക്കൾ ഓലിയിടുന്നതും അവരെല്ലാം തങ്ങളുടെ വീടിന് സമീപമാണെന്നും ഒരു ഭീതിയോടെ അവൾ ഓർത്തു. മാരിവേൽ നല്ല ഉറക്കത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി. അമ്മയ്ക്കരികിൽ അവൾ ഇരുന്നു. വലതുകരം എടുത്ത് തൻ്റെ മടിയിലേക്ക് വെച്ചു. അവൾക്ക് അതിശയം തോന്നി. ആ കൈ തണുത്തു മരവിച്ചിരുന്നു. പൊടുന്നനെ അവൾ കാലുകളിൽ സ്പർശിച്ചു. ആ കാലുകൾ രണ്ടും ഒന്ന് എഴുന്നു നിവർന്നു. അമ്മ, അമ്മ! അവൾ ആ ദേഹം ഒന്ന് കുലുക്കി വിളിച്ചു. മിഴികൾ പൊടുന്നനെ ഒന്ന് തുറന്നു. വെള്ളം എന്ന് പറയുന്നതായി അവൾക്ക് തോന്നി. അടുത്തിരുന്ന ഒരു പാത്രത്തിൽ നിന്നും അവൾ വെള്ളമെടുത്ത് ചുണ്ടിലേക്ക് കോരിയൊഴിച്ചു. പക്ഷേ അത് അമ്മ ഇറക്കിയോ എന്നവൾക്ക് സംശയം തോന്നി. ആ ശരീരം നിലച്ചത് പെട്ടെന്നായിരുന്നു. തുറന്ന മിഴികൾ മുകളിലേക്ക് തന്നെ തുറന്നതുപടി ഇരുന്നു. കാൽപാദങ്ങൾ അവൾ അടിവശം കൈകളാൽ ചൂടാക്കി കൊടുത്തു. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായിരുന്നില്ല. മാരിവേൽ ബഹളം കേട്ട് ചാടി എണീറ്റു. അവൾ സംയമനം പാലിച്ചു. പൊട്ടിയ ഘടികാരത്തിൽ അവൾ സമയം കണ്ടു. രാത്രി 2 മണി. അവൾ വേഗം മാരിവേലിനോട് മുത്തുവിൻ്റെ വീട്ടിൽ പോയി മുത്തുവിനെ വിളിക്കാൻ ആവശ്യപ്പെട്ടു. മുത്തു വന്നപ്പോഴേക്കും അയാൾക്ക് മനസ്സിലായി ആവണിയുടെ അമ്മ ഇനി ഉണ്ടാവില്ല എന്ന്. അയാൾ അടുത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി. അവരിൽ ആരോ അമ്മയുടെ മിഴികൾ തിരുമ്മി അടയ്ക്കുന്നത് ആവണി കണ്ടു. നിർവികാരതയോടെ ആവണി ചുമരിൽ ചാരിയിരുന്നു. മാരിവേലും ചേച്ചിക്കൊപ്പം ഇരുന്നു. മുത്തു ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവൾ കണ്ടു. ഇനി തങ്ങൾക്ക് 2 പേർക്കും സ്വന്തം എന്ന് പറയാൻ അമ്മയില്ല, ഉറ്റവരില്ല, ഉടയവരില്ല. അവൾക്ക് ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നി. പക്ഷേ അതിന് സാധിക്കുന്നില്ല. രാവിലെ ആയതൊന്നും ആവണിക്ക് ഓർമ്മയില്ല. തൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയ മാരിവേലിനെ അവൾ ഉണർത്തി. അമ്മയുടെ ശരീരത്തിന് മുകളിലായി ഈച്ചകൾ പറക്കുന്നത് അവൾ കണ്ടു. ആവണി, തൻ്റെ അച്ഛൻ വന്നിരിക്കുന്നു. തൻ്റെ ഇളയമയും ഒപ്പമുണ്ട്. ആവണി ഞെട്ടി. അച്ഛൻ്റെ ഓർമ്മകൾ അവൾ അയവിറക്കി.